ലേവ്യ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പന്നിയുടെ മാംസം കഴിക്കരുത്. അതെന്തുകൊണ്ടാണ് പന്നിയുടെ മാംസം കഴിക്കരുതെന്ന് പറയാൻ കഴിയുന്നത്? ഇന്നിന്ന മൃഗത്തിൻ്റെ മാംസം കഴിക്കാം, ഇന്നിന്ന മത്സ്യത്തിൻ്റെ മാംസം കഴിക്കാം, പക്ഷെ ഇന്നിന്ന മത്സ്യത്തിൻ്റെ മാംസം കഴിക്കരുത്. ഇരട്ടക്കുളം ഉള്ളതിൻ്റെ മാംസം കഴിക്കാം, പക്ഷേ ഇരട്ടക്കുളം ആണെങ്കിലും പന്നിയുടെ മാംസം കഴിക്കരുതെന്ന് ലേവ്യ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം. അത് അയവെട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ മാംസം കഴിക്കരുതെന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൻ ബോധവാനാകണം. എൻ്റെ പിതാക്കന്മാരാരായിരുന്നു? നിങ്ങൾ വിചാരിച്ചും കരുതുക, ഞാൻ ഒരു ദിവസം ഒരു വൈദികനായെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശുശ്രൂഷ ഫലവത്താവില്ല. ഇല്ല, ഞാൻ കടന്നു വന്ന വഴികളുണ്ട്. നമ്മൾ കടന്നു വന്ന വഴികളുണ്ട്. ഈ കടന്നു വന്ന വഴികൾ ത്യാഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയുമാണ്. ഇനി അനിൽ അംബാനിയുടെ ചരിത്രമാണെങ്കിൽ, അനിൽ അംബാനിയുടെ പിതാവ് വളരെ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തൊരു മനുഷ്യൻ. ടാറ്റയുടെ കഥ നമുക്കറിയാം. വളരെ തകർന്ന ഒരു മനുഷ്യനാണ്. ഇനി ഇരുമ്പ് വ്യവസായത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഏത് ഉയർച്ചയുടെ പിന്നിലും ഒരു തകർച്ചയുണ്ട്, ഒരു പരാജയമുണ്ട്, അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ ഇന്നും പെസഹ ആചരിക്കുന്നത്. നമ്മളും ആ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. കാരണം എന്താണ്? ആ പെസഹ ദിവസം അവരെല്ലാവരും കൂടി, ആ വീട്ടിലെ എല്ലാവരും ആ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടും. ആ ഭവനത്തിലെ വീടിൻ്റെ ഒരു മേശയുടെ അടുത്ത് അവർ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണത്തിനകത്ത് ആ ഭക്ഷണ വിഭവങ്ങളിൽ ഒരു പ്രത്യേക സാധനമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? കൈപ്പിച്ചീര. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം തന്നെ ഒരു പ്രത്യേക പാത്രത്തിൽ ഒരു സംഘടിപ്പിക്കും. അതെന്താണ്? കൈപ്പിച്ചീര. ഈ കൈപ്പിച്ചീരയായിരുന്നു അന്ന് അടിമത്ത സമയത്ത് അവർ കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ കൊച്ചുങ്ങൾ ചോദിക്കും, പപ്പ നമുക്കിന്ന് ഒത്തിരി സാമ്പത്തികമുണ്ടല്ലോ, ഈ സാമ്പത്തികം കഴിക്കുമ്പോൾ അതിന്റെ നിന്നുകൊണ്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഈ ചീരയ്ക്ക് എന്താണ്, ഈ കൈപ്പിച്ചീരയുടെ സ്ഥാനം? നമ്മുടെ നാട്ടിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു കാലത്ത് കേരള സമൂഹത്തെ പട്ടിണിയിൽ നിന്നും സംരക്ഷിച്ചിരുന്ന ഒരു മരമാണ് ഏതാ? പ്ലാവ്. ആ പ്ലാവിന്റെ ചക്കയുടെ ആ മുള്ളെല്ലാം ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ള എന്തെല്ലാം ഭാഗമുണ്ടോ അതെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഭക്ഷണമാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ചക്ക താഴെ വീണ് അളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. ആർക്കും വേണ്ട. ദുർഗന്ധം കൊണ്ട് ഓടിക്കൂടി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ആലോചിച്ച് നോക്കുക. ഇന്ന് വിവാഹത്തിന് ഭക്ഷണം നിരത്തി വെക്കുമ്പോൾ ചക്കയുടെ കുറെ പീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കും, ഇതെന്തിനാണ്? നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഒരു കാലത്ത് നമ്മുടെ വല്യപ്പച്ചനെയും നമ്മുടെ വല്യപ്പച്ചന്മാരെയൊക്കെ പട്ടിണിയിൽ നിന്നും പട്ടിണി അകപ്പെടാതെ അവരെ സംരക്ഷിച്ച ഒരു സാധനമാണ് ഇതെന്ന് പറയാം. എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ പറയും കൈപ്പിച്ചീരയുടെ ആവശ്യമില്ലാന്ന്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാടിന്റെ ഒരു അവസ്ഥയുണ്ട്. പുറകോട്ട് നോക്കിയാലറിയാം. നമ്മുടെ ബാബു പോൾ, IAS ഉദ്യോഗസ്ഥനായ ബാബു പോളിന്റെ പിതാവ് ഒരു വൈദികനായിരുന്നു. ബാബു പോളിന്റെ വീട്ടില് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് പിള്ളേർക്ക് കഞ്ഞി കൊടുക്കും. അത്താഴത്തിന് അവരുടെ ആഴ്ചയിലെ ഒരു ദിവസത്തെ വിഭവമാണ് എന്താ? കഞ്ഞി. അത് അവരിതുവരെ മാറ്റിയിട്ടില്ലെന്നാണ് ബാബു പോൾ ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു അഭിമുഖത്തില് പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ ദാരിദ്ര്യവും ഇന്നത്തെ കാലഘട്ടത്തിന്റെ നന്മയും കണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഏലിയാമ്മ സാറെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം, ഒരു ദിവസം ആരാധനയ്ക്ക് മുമ്പ് ശനിയാഴ്ച ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, പ്രജിത്ത് വിളിച്ചു പറഞ്ഞു, സീം ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ അമ്മച്ചി ട്രിപ്പിട്ട് അവിടെ ചികിത്സയിൽ ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം ആരാധനയുടെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഏലിയാമ്മ സാറ്
ഉൾപ്പെടുന്ന ആ ട്യൂബുമായിട്ട് ഇവിടെ തിരിച്ചെത്തി. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് ഡോക്ടറുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ഈ ഏലിയാന സാറ് ഇവിടെ വന്നത്. അപ്പോൾ വിശ്വാസത്തോടും വിശുദ്ധ ആരാധനയോടുമുള്ള ഭക്തിയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ 90 വർഷക്കാലം ഈ മാതാവിനെ ഈ ഭൂമിയിൽ തമ്പുരാൻ ഇന്നും സംരക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു 2 സ്റ്റാൻസ പാടാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, അത് നമുക്ക് ഒരുമിച്ച് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഇടവക ട്രസ്റ്റി ശ്രീ ജോൺ ചർപ്പയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അതിനേറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഇടവക അംഗങ്ങളെ, എനിക്ക് ഒരു ചാൻസ് കിട്ടി സ്വാഗതം പറയുകയായിട്ടുള്ളത്. ഏലിയാന സാറിനെ കുറിച്ച് പറഞ്ഞാൽ ഏതാണ്ട് 58 തൊട്ട്, അന്ന് ഞങ്ങൾ കോഴിക്കാട്ട് സ്കൂളിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. എനിക്ക് കൂടുതൽ ഇഷ്ടം ജോന സാറിനോടായിരുന്നു. കാരണം